ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയനൊരു കിഡിലെ സർപ്രൈസ് കൊടുക്കാൻ പോകണം. അവൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സർപ്രൈസ് ഗിഫ്റ്റ്. ജീവിതത്തിൽ ഇതാണ് കുറഞ്ഞ കിട്ടി കാണൂല. അതെ, സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ അനിയന് ഇപ്പോൾ കോളേജ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അല്ലേ. ഒരു സൈഡ് 30 കിലോമീറ്റർ ഉണ്ട്. ഇത് പറഞ്ഞപ്പോഴേ നിങ്ങൾ മനസ്സിലായി കാണും. അപ്പോൾ ഏതൊരു പയ്യന്മാരും അവരുടെ ഏജിൽ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്. ഞാനും എൻ്റെ ഒരു ഏജിൽ ആഗ്രഹിച്ചൊരു സംഭവമാണ്. ഇവനായാലും അവൻ്റെ ഒരു പഠിക്കുന്ന സമയത്ത് ആഗ്രഹിച്ചാണ്. അവന് നമ്മളൊരു ബൈക്ക് മേടിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത്. റെഡി ക്യാഷിൽ നമ്മൾ ബൈക്ക് എടുക്കാൻ വേണ്ടി പോവാണ്. ഒരിക്കലും നമ്മൾ ഷോറൂമിൽ വെച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ അവനത് മനസ്സിലാവും എന്താണ് സംഭവം, ഗസ് ചെയ്യും. അപ്പോൾ ഞാൻ അവിടെ പോയി ബൈക്ക് എടുത്ത്, എനിക്ക് തോന്നുന്നു റെഡി ക്യാഷ് ആയിരുന്നാലും ഒരു 2-3 ദിവസത്തെ താമസമുണ്ട് വണ്ടി കിട്ടാൻ. അപ്പോൾ നമ്മൾ പോയി ബുക്ക് ചെയ്ത് എല്ലാ കാര്യവും ചെയ്ത് വണ്ടി നേരെ എടുത്ത് നമ്മൾ ദാണ്ട ഈ ഷെഡിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇൻഹൗസ് റിവീലിംഗ്. ഓ, അങ്ങനെയാണോ പറയുന്നത്? ഇൻഹൗസ്. വാവ്, എഡ്യൂക്കേറ്റഡ് ബോയ്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടിയുള്ള സെറ്റപ്പ് ചെയ്യണം. നമുക്ക് ഫസ്റ്റ് നേരെ ഷോറൂമിൽ പോയിട്ട് എല്ലാം കൊടുത്ത് നമ്മൾ ബുക്ക് ചെയ്യല്ലടാ. അതെ, ബുക്ക് ചെയ്തിട്ട് വരാം. അവൻ ലൈഫിൽ ഒരിക്കലും വിചാരിച്ചു കാണൂല, വിചാരിക്കുകയില്ല. നമുക്ക് സർപ്രൈസ് ഉറക്കത്തിൽ നിന്ന് വിളിച്ചെടുത്ത് കൊണ്ട് നമ്മൾ ചെയ്യാണ്. സർപ്രൈസ് എന്ന് പറഞ്ഞാൽ അമ്മ സർപ്രൈസ് കൊടുക്കും. ടീം സൂപ്പർ ഹീറോസ്. ഗൈസ്, എൻ്റെ അനിയൻ എടുക്കാൻ പോകുന്ന വണ്ടി യമഹയുടെ FCS ഹൈബ്രിഡ് ആണ് കേട്ടോ. അതിൽ നമുക്ക് ഇത്രയും കളറാണ് വരുന്നത്. അതിൽ ഞാൻ എടുക്കാൻ പോകുന്ന കളർ ഓൾറെഡി എൻ്റെ ബൈക്ക് ബ്ലാക്ക് കളറാണ്. അപ്പോൾ കാറും ബ്ലാക്കാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ബ്ലാക്ക് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ കളർ മെറ്റാലിക് ഗ്രേ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഹേ ഗൈസ്, നമ്മൾ വണ്ടിയൊക്കെ ബുക്ക് ചെയ്തു. അച്ഛൻ്റെ പേരിലാണ് കേട്ടോ വണ്ടി. കാരണം അവൻ്റെ പേര് എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സർപ്രൈസ് ആയിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം സൈന് വിട്ടൊക്കെ കൊടുക്കേണ്ടി വരും. പിന്നെ എൻ്റെ പേര് എടുക്കാമെന്ന് വിചാരിച്ചാൽ വേറൊന്നുമല്ല, വണ്ടി അവൻ എടുക്കുമ്പോൾ ഇവൻ്റെ കൂട്ടുകാരന്മാർക്ക് കൊടുക്കും. അങ്ങനെ എന്തായാലും കൊടുക്കുമല്ലോ. അപ്പോൾ പള്ളി വല്ലതും വന്നു കഴിഞ്ഞാൽ എനിക്കും അയ്യാ കയറി ഇറങ്ങാൻ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പേര് എടുക്കാത്തത്. കാരണം അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ ജസ്റ്റിനെ. അപ്പോൾ അതുകൊണ്ട് RC ഓണർ ആയിരിക്കണമല്ലോ കയറി ഇറങ്ങാൻ. അതുകൊണ്ട് അച്ഛൻ്റെ പേരിലാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് എന്തായാലും ഒരു 3-4 ദിവസത്തിനകത്ത് നമ്മൾ ടെമ്പററി രജിസ്ട്രേഷൻ വെച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത്. കാരണം എൻ്റെ ഫസ്റ്റ് ബൈക്ക്, അതായത് എനിക്ക് വീട്ടുകാരെടുത്തുന്ന ഫസ്റ്റ് ബൈക്ക് നമ്പർ 6786 ആണ്. അപ്പോൾ അവനും അതേ വണ്ടി നമ്പർ എന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ടെമ്പററി വെച്ചെടുക്കുക. നമ്പറോട് വെച്ചെടുക്കുകയാണെന്നുള്ള എനിക്ക് തോന്നുന്നു 7 ദിവസം എടുക്കും. അത് അവർ തന്നെ തരുന്ന നമ്പറാണ്. അപ്പോൾ 6786 കിട്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നോക്കാം. എന്തായാലും 3 ദിവസത്തിനകത്ത് നമ്മൾ വണ്ടി ഇറക്കിയതിന് ശേഷം അവന് സർപ്രൈസ് കൊടുത്ത് അവൻ്റെ ഒന്ന് ഹാപ്പി ആക്കട്ടെ. സ്പ്രെഡ് ഹാപ്പിനെസ്. അയ്യാ, ബാക്കിയും കൂടി ടെൽ മീ. ബാക്കി മറന്നുപോയി. സ്പ്രെഡ് ഹാപ്പിനെസ്, സ്പ്രെഡ് ലവ്. വാവ്, സ്പ്രെഡ് കൊറോണ. അപ്പോൾ 2 ദിവസം കഴിഞ്ഞാണ്. 3 days later. ഗൈസ്, ഇത് 3ാമത്തെ ദിവസമാണ്. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ബൈക്ക് ഇന്നാണ് ഡെലിവറി ചെയ്യുന്നത്. ഷോറൂമിൽ നിന്ന് ഡെലിവറി ചെയ്യുന്ന വീഡിയോ എടുക്കുന്നില്ല. കാരണം നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ പറഞ്ഞ പ്ലാന് പോലെ എൻ്റെ അനിയൻ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ജസ്റ്റ് വണ്ടി എടുത്തിട്ട് നേരെ കാൽഗറി എന്ന് പറഞ്ഞ ഡീറ്റെയിലിംഗ് ഷോപ്പുണ്ട്. നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ കാർ പോർച്ച് വെച്ച് ചെയ്യാനാണ്. പക്ഷേ അവിടെ അത്യാവശ്യം നല്ല പൊടിയും പിന്നെ ലൈറ്റൊക്കെ വയ്ക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലൈറ്റപ്പ് ചെയ്യാൻ ഭയങ്കര ഇരുണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാൽഗറി എന്ന് പറഞ്ഞ ആക്കുളത്തുള്ള ഡീറ്റെയിലിംഗ് ഷോപ്പിലോട്ട് പോയിട്ട് അവിടെ നിന്നായിരിക്കും നമ്മൾ ബൈക്ക് റിവീലിങ്ങും അതുപോലെ തന്നെ അവന് സർപ്രൈസും കൊടുക്കാൻ പോകുന്നത്. ഇനി അവൻ അവിടെ വിളിച്ചു വരുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ കാർ ആക്സിഡന്റ് ആയില്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നമായി നീ പെട്ടെന്ന് വാ എന്നുള്ള രീതിയിൽ അവിടെ വിളിച്ചു വരുത്തിയിട്ട് അങ്ങനെ കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്ലാന്. നിങ്ങളെ മിസ്റ്റേക്ക് ആണ്, നിങ്ങളെ മിസ്റ്റേക്ക് ആണ്, എന്റെ മിസ്റ്റേക്ക് അല്ല. മനസ്സിലായോ? നിങ്ങൾ നേരത്തെ മനസ്സിലായോ? നിങ്ങളെ യൂട്ടേൺ നിങ്ങൾ നോക്കിയാണ്, എന്റെ മിസ്റ്റേക്ക് അല്ല കേട്ടാ. നിങ്ങൾക്ക് വല്ലോണ്ട് നിങ്ങൾ ഗ്യാസ് കൊടുക്കും. നമ്മൾ എന്റെ വണ്ടിക്ക് അങ്ങനെ വണ്ടി ഇൻഷുറൻസ് ഉള്ളതല്ല. നിങ്ങൾ കൂടുതൽ മനസ്സിലായോ? ആരുമില്ല, വിജയില്ല. ഒന്ന് വരും, ഒന്ന് പെട്ടെന്ന് വരും. റിവീലിങ്ങിനുള്ള എല്ലാ പരിപാടിയും നമ്മൾ സെറ്റ് ചെയ്തു. അതായത് പാർട്ടി പോപ്പൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു സാധനത്തിനൊരു കുഴപ്പമുണ്ട്. അങ്ങനെ ഒന്നും പൊട്ടില്ല. ഡിമാൻഡ് ഓളിയായത്, മനസ്സിലായോ? ഇതൊന്ന് പൊട്ടിയാൽ മതിയായിരുന്നു. ഇല്ലെങ്കിൽ ഇവിടെ ഓട്ടോ ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ അടിക്കും. ഓക്കെ, സർപ്രൈസ് ആവുമായിരിക്കും അല്ലേ? പിന്നെ ജീവിതത്തിൽ പോലും വിചാരിച്ചാണില്ല. പക്ഷേ ജീവിതത്തിൽ പോലും വിചാരിച്ചാണല്ലോ ഇങ്ങനെ ഒരു സംഭവം. 100 വാക്കും 110 അക്ഷരം തെറ്റ്. ഗൈസ്, അനി എത്തിയിരിക്കുകയാണ്. സർപ്രൈസ്, കം ഓൺ, കം ഓൺ. ഇതെന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? 1, 2. ഇത് ഞാൻ പറഞ്ഞില്ലേ, പണിയാണ്. 1, 2, 3. വണ്ടി കറങ്ങി ഇനി വണ്ടി എടുത്തത്.
ഒരു എക്സ്പ്രഷൻ ഇല്ല, നമ്മളെ അച്ഛനെ പോലെ തന്നെ കേട്ടോ എക്സ്പ്രഷൻ ഒന്നും ഇല്ല പുള്ളിക്ക്. ഇപ്പൊ ഇനിയിപ്പോ മറ്റേ BMW കാർ വാങ്ങിച്ചുകൊണ്ട് കൊടുത്താലും പുള്ളിക്ക് ഇത് തന്നെ അച്ഛനെ എല്ലാവരും പറയല്ല അച്ഛനെ പോലെയാണോ അച്ഛൻ തന്നെ വേണ്ട. എല്ലാവരും വിചാരിക്കും ഇത് എൻ്റെ സർപ്രൈസ് ഗിഫ്റ്റ് ആണെന്ന്. ഒരിക്കലും അല്ല, ഇത് എൻ്റെ അച്ഛനും ഞാനും കൂടി ചേർത്ത് കോർത്തിണക്കിയ ഒരു കൊളാബാണ് ഈ വണ്ടി. അച്ഛൻ്റെ ഗിഫ്റ്റാണ് കഴിച്ചത്. അച്ഛനും ഞാനും കൂടി പ്ലാൻ ചെയ്തിട്ട് ഇവന് സർപ്രൈസ് കൊടുത്തതാണ്. അച്ഛൻ പാർട്ടി പരിപാടി എന്തോ പോയിരിക്കുകയാണ്. അച്ഛന് പിന്നെ എങ്ങനത്തെ ഇതൊന്നും ഇല്ല. ഇനി പറയൂ. സന്തോഷം മാത്രം. എനിക്കങ്ങനെ എക്സ്പ്രഷൻസോ ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ഇതൊന്നും എനിക്കില്ല. കോളേജുണ്ട്, ഇനിയിപ്പോൾ കോളേജ് തുടങ്ങിയല്ലോ. കോളേജ് ഇനിയിപ്പം ഓപ്പൺ ചെയ്യും. FCS ഹൈബ്രിഡ് എന്ന് പറഞ്ഞ വണ്ടിയാണ്. നല്ല മൈലേജ് ഉണ്ട്, അതാണ് മെയിൻ കാര്യം. മൈലേജ് ആണ്, കാരണം ഇവിടെ നിന്ന് ഏകദേശം പറഞ്ഞില്ല 30 കിലോമീറ്റർ ഉണ്ട് അവൻ്റെ ക്ലാസ്സിന് പോകാൻ. അതുകൊണ്ട് ആ വീട്ടിൽ ഞാൻ കീച്ചെയിൻ ഇറങ്ങി മറ്റേ ബൈക്കിൻ്റെ ഏത് ഡെഡ് പൂളിൻ്റെ ഗൈസ് എൻ്റെ ബൈക്ക് എടുത്തിട്ട് ഞാൻ കുറേ നാളായിട്ട് അത് എക്സ്ചേഞ്ച് ചെയ്ത് മേടിക്കാന്നുള്ളതായിരുന്നു ആദ്യത്തെ പ്ലാൻ. പക്ഷേ അതിൽ സ്റ്റിക്കർ വർക്ക് ചെയ്തേക്കുന്നുണ്ട്, അവർ വില തരത്തില്ല എന്ന് പറയാം. അതുകൊണ്ട് ഞാൻ പിന്നെ കൊടുത്തില്ല. പിന്നെ എനിക്ക് എൻ്റെ വീട്ടിൽ അമിതമായിട്ട് ഇങ്ങനെ വണ്ടി ഇരിക്കുന്നത് എനിക്ക് താല്പര്യമുള്ളതല്ല. ഉപയോഗമില്ലെങ്കിൽ അത് കൊടുക്കുക, അത്ര സ്പേസ് കുറയും. കാരണം നിങ്ങൾക്ക് എൻ്റെ വീട് അറിയില്ല, കൺജസ്റ്റഡ് ആണ്. അപ്പോൾ എല്ലാ വണ്ടിയും കൂടി വെക്കാനുള്ള സ്പേസ് ഇല്ല. സോ ഞാൻ ഉടനെ എൻ്റെ RS കൊടുക്കുന്നതായിരിക്കും. ഇനി വീട്ടിലോട്ട് കൊണ്ടുപോയി അമ്മയുടെ റിയാക്ഷനൊക്കെ നമുക്ക് നോക്കാം ഗൈസ്. എൻ്റെ വീട്ടിൻ്റെ അകത്തോട്ട് പോകുന്ന വഴി കുറച്ച് ടാസ്ക്കാണ്. വണ്ടി ഞാനുണ്ട്. ഇതാണ് എൻ്റെ ഫസ്റ്റ് വണ്ടി. ഇപ്പോഴും ഉണ്ട്, 10 വർഷമായി, 9 വർഷമായി. ഇത് അനിയൻ്റെ വണ്ടി. ഇതേ നമ്പർ തന്നെ ആയിരിക്കും അവനും എടുക്കാൻ പോകുന്നത്. നിങ്ങളിത് സെർച്ച് ചെയ്ത് നോക്കണ്ട, ഒരുപാട് പെറ്റിയുണ്ട് കേട്ടോ. എനിക്കറിയാം ഇപ്പോൾ കുറേ പേര് വന്നിട്ട് പറയുമോ ഈ വണ്ടി നമ്പറിന് പെറ്റിയുണ്ടല്ലോ എന്ന്. ഉണ്ട്, ഒരുപാട് പെറ്റിയുണ്ട്. ഇത് താമസിക്കാതെ ഈ വണ്ടി ഞാൻ കൊടുക്കാൻ പോവാണ് കേട്ടോ, കാരണം ഇവിടെ സ്പേസ് ഇല്ല. ടോക്കിയോ വണ്ടി ആരുണ്ട്? ടോക്കിയോ വണ്ടി വണ്ടി അല്ല, ഇവന് സർപ്രൈസ് ഗിഫ്റ്റ് ആയിരുന്നു. തൂക്കി സർപ്രൈസ് എടുത്തിട്ട് ഇതൊരിതുമില്ല, എക്സ്പ്രഷൻ ഒന്നും ഇല്ലായിരുന്നു അച്ഛനെ പോലെ. നീ എങ്ങനെയാ ഇത് തൂക്കിയത്? ഒന്ന് നിങ്ങൾ പറയണേ ഞാൻ കേട്ട്. 2 ഷെൽഫിനകത്ത് മറ്റേ ഇതിരിപ്പുണ്ടായിരുന്നു, പേപ്പർ രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോൾ ഒരു പേപ്പർ കിട്ടുമല്ലോ, ബുക്ക് ചെയ്യാൻ പോകുമ്പോൾ ആ ഒരു പേപ്പർ കണ്ടിട്ട് വെറുതെ കഷ്ടപ്പെട്ട കാൽക്കറിയിൽ പോയി. അച്ഛൻ്റെ എക്സ്പ്രഷൻ കണ്ടില്ലേ? അതല്ല വണ്ടി നമ്പർ നമ്മളാണ് രജിസ്റ്റർ ചെയ്യാൻ. അച്ഛന് നോ എക്സ്പ്രഷൻ. എടാ ഇവൻ തൂക്കിയെന്നടാ ആകാശവായി. ഇവ അവിടെ ഷെൽഫിൽ മറ്റേ തുണ്ടിരുന്നതാ. കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആയി. കണ്ട ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഈ വഴിയിൽ കൊണ്ടിറക്കുന്ന ഭയങ്കര പാടാണ്, ബൈക്ക് കൊണ്ടിറക്കുന്ന കാര്യം. ഈ വണ്ടി നല്ല മൈലേജ് ഉണ്ട് കേട്ടോ. 60 എത്രയുടെ പറഞ്ഞ മൈലേജ്? 65 മൈലേജ് ഉണ്ട്. മതി, അത് തന്നെ മതി. അല്ല വിജയ്, എല്ലാം കഷ്ടപ്പെട്ട് വെറുതെ ആയി. തൂക്കി നേരത്തെ നമ്മള് പറയണേ കേട്ട് ബുക്ക് ചെയ്തിരുന്നില്ലടാ, അവിടെ എടുത്ത് വെച്ചിരുന്നു അച്ഛൻ്റെ കൊടുത്തിരുന്ന സാധനം. കിട്ടി. അമ്മ തൊഴ, ഇനി അമ്മേരെ വണ്ടി വേണ്ടെന്ന്. ഇനി അമ്മേരെ വണ്ടി വയ്ക്കൂല, 100 രൂപ വയ്ക്കും പെട്രോളിന്. ഇനി വണ്ടി 100 രൂപ പെട്രോള്. ഞാൻ 500 രൂപയ്ക്ക് എന്റെ തടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മൾ സർപ്രൈസ് എല്ലാം പാളി കേട്ടാ. ചുമ്മാ അല്ല എക്സ്പ്രഷൻ വരാത്ത, കാരണം തൂക്കി ഓൾറെഡി. എന്നിട്ട് ഇവൻ നമുക്ക് സർപ്രൈസ് തരായിരുന്നാണെന്ന് തോന്നുന്നത്. ഇങ്ങനെ ഒന്നും നടക്കണ്ട, സർപ്രൈസ് ആണ്. ബൈക്ക് വാങ്ങിച്ചറാ, അച്ഛനെ പോലെ തന്നെ ഉണ്ടാ. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അടുത്തൊരു വീട്ടിൽ കണ്ടു. ബൈ ഗൈസ്, ലവ് യു.